ചെറിയ ഗിഫ്റ്റിന് ഒരാളെ കൊല്ലാനുള്ള പവറുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുമല്ലെങ്കിൽ ഒരാളുടെ ഒരു ആഗ്രഹം അയാളെ മരണത്തിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, ഇനി ഒരാളുടെ സ്നേഹം, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതാണോ? ഈ കഥ കേട്ട ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, നിങ്ങളിതിൽ നായികയുടെ ഭാഗത്താണോ അതോ നായകൻ്റെ ഭാഗത്താണോ എന്ന്. അതിനൊക്കെ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇവിടെ ഈ കഥയിൽ ബെയർ എന്ന പയ്യനെ അവൻ്റെ കൂട്ടുകാരി നിക്കിയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാത്രി അവൻ്റെ വളർത്തുപൂച്ച മരിച്ചതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു അവൻ. അതേസമയം നിക്കി അവനെ വിളിച്ച് നൈറ്റ് പാർട്ടിക്ക് ക്ഷണിക്കുന്നുണ്ട്. അവളെ കാണാനുള്ള ഒരേ ഒരു ആഗ്രഹത്തിൽ അവൻ ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. പാർട്ടിക്ക് പോകുന്ന വഴി അവൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനായി ഒരു ഷോപ്പിൽ കയറും. ആ ഷോപ്പിൽ വെച്ചാണ് അവൻ വൺ വിഷ് വില്ലോ എന്നൊരു പ്രത്യേകതരം ഗിഫ്റ്റ് കാണുന്നത്. അതിനെപ്പറ്റി അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഷ് മനസ്സിൽ വിചാരിച്ച് ആ സ്റ്റിക്ക് പൊട്ടിച്ചാൽ അത് നടക്കുമെന്നാണ്. മാത്രമല്ല ഒരാൾക്ക് ഒരൊറ്റ വിഷ് വില്ലോ സ്റ്റിക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതായത് ഒരൊറ്റ വിഷയെ പറയുവാൻ സാധിക്കുള്ളൂ. അങ്ങനെ നൈറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവൻ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അന്നാണ് അവൻ അവളോടുള്ള പോലത്തെ താല്പര്യമൊന്നും അവൾക്ക് അവനോടില്ലെന്ന് അവന് മനസ്സിലായത്. മാത്രമല്ല അവൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയോ സംസാരിച്ചതിനാൽ നിക്കി വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാണ് ബെയറിനായ വിഷ് വില്ലോ സ്റ്റിക്കിനെ കുറിച്ച് ഓർമ്മ വന്നത്. അതിനെക്കുറിച്ച് കേട്ടതിൽ അവന് വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും ഒരു പരീക്ഷണം എന്ന നിലയിൽ നിക്കി ഈ ലോകത്ത് മറ്റാരെക്കാളും എന്നെ കൂടുതലായി സ്നേഹിക്കണമെന്ന് വിഷ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ ആ സ്റ്റിക്ക് കൊടുക്കുന്നു. ആ ഒരു നിമിഷം തന്നെ വീട്ടിലേക്ക് കയറിപ്പോയ നിക്കി അവൻ്റെ കാറിൽ വന്നിരുന്ന് ഇന്ന് നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് അവനോട് പറയുന്നു. വീട്ടിലെത്തിയ രാത്രി മുതൽ പിന്നീട് അങ്ങോട്ട് അവൾക്ക് അവനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു. പക്ഷേ ഇതൊന്നും ഇവരുടെ ഫ്രണ്ട്സിന് വിശ്വാസമേ വരുന്നുണ്ടായിരുന്നില്ല. അവനെ എവിടെയും പോകാൻ വിടാതെ അടുത്തു തന്നെ ഇരുത്താനായിരുന്നു നിക്കിയുടെ താല്പര്യം. എന്തിനേറെ പറയുന്നു, ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം അവൻ്റെ കൂട്ടുകാരൻ അവനെ വിളിച്ച് പറയുന്നുണ്ട് നിക്കി പലപ്പോഴായി സാരയോട് പറഞ്ഞിട്ടുണ്ട് ബെയർ തൻ്റെ അനിയനെ പോലെയാണെന്ന്. എന്നാൽ ചിലപ്പോൾ ഇപ്പോൾ ആ ഫീലിങ്സ് ഒക്കെ മാറിയിട്ടുണ്ടാകുമെന്നാണ് ബെയർ കരുതുന്നത്. ഇപ്പോൾ നിക്കി വല്ലാത്തൊരു രീതിയിൽ അവനോട് അറ്റാച്ച് ആയിട്ടുണ്ട്. നിക്കി അവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകാതിരിക്കാൻ ഡോറിലൊക്കെ ടേപ്പ് ഒട്ടിച്ചു വെക്കുമായിരുന്നു. എയറിന് ഭക്ഷണം ഉണ്ടാക്കി ഓഫീസിൽ അയക്കുന്നതും നിക്കിയായിരുന്നു. ഒരു ദിവസം അവൻ ഓഫീസിൽ പോയി ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോഴായിരുന്നു തൻ്റെ ചത്തുപോയ പൂച്ചക്കുട്ടിയെ വെച്ചാണ് അവൾ ഫുഡ് ഉണ്ടാക്കിയതെന്ന് കണ്ടത്. നിക്കിയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് ബെയറിനൊക്കെ പേടിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു നൈറ്റ് പാർട്ടിയിൽ അവളുടെ ഭീകരമായ ബിഹേവിയർ കണ്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നിക്കിയുടെ അബോധ മനസ്സിൽ അവൾക്ക് ഇപ്പോഴും വേറൊരു സഹോദരനാണ്. സോ ഇതൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ആ സ്റ്റിക്കിൻ്റെ ഒബ്സഷൻ കാരണമാണ് നിക്കി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതേ ദിവസം രാത്രി നിക്കി ബെയറിനെ കാണാൻ വന്ന സാറയെ കാറിൻ്റെ സ്റ്റിയറിംഗിൽ തലയിടിച്ച് കൊന്നു കളയുന്നുണ്ട്. പിറ്റേ ദിവസം ബെയർ ആ കടയിൽ ചെന്ന് അവിടെ ആകെ അവശേഷിക്കുന്ന ആ 2 വിഷ് വില്ലോ സ്റ്റിക്ക് വാങ്ങുന്നു. ഒരു സ്റ്റിക്ക് തൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞെങ്കിലും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആ കൂട്ടുകാരൻ തനിക്ക് ആവശ്യമായൊരു വിഷ് പറഞ്ഞുകൊണ്ട് ആ സ്റ്റിക്ക് പൊട്ടിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി നടന്ന ബെയർ വീട്ടിലെത്തി നിക്കിയോട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുമെങ്കിലും അവൾ അതിനൊരിക്കലും തയ്യാറാകുന്നില്ല. ഇനി തൻ്റെ കയ്യിൽ വേറെ വഴിയില്ലെന്ന് കണ്ട ബെയർ ബാത്റൂമിൽ കയറി കുറേ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുന്നു. എന്നാൽ ഇതേ സമയം പുറത്ത് നിക്കിയാണെങ്കിൽ അവൻ തന്നെ പ്രണയിക്കണമെന്ന് പറഞ്ഞ് ആ സ്റ്റിക്ക് പൊട്ടിക്കുന്നു. സോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ബെയറാണെങ്കിൽ നിക്കിയുടെ അതേപോലെ ബിഹേവ് ചെയ്യാൻ ആരംഭിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ കഴിച്ച ടാബ്ലറ്റ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് അവൻ അവിടെ മരിച്ചു വീഴുന്നു. ആക്ച്വലി ഈ വിഷ് വില്ലോ സ്റ്റിക്കിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഒടിച്ചയാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റൊക്കെ നഷ്ടമാണ്. അങ്ങനെ ഈ കഥയുടെ അവസാനം നിക്കി അവളുടെ റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. സോ ഗൈസ്, സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷ് വില്ലോ സ്റ്റിക്ക് കിട്ടിയാൽ നിങ്ങളുടെ ആ വിഷ് എന്തായിരിക്കും? വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിഷ്യസായ ആ ഒരൊറ്റ വിഷ്, നിങ്ങൾ ഈ സ്റ്റിക്ക് ഒടിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ.